ഇതെൻ്റെ ഈ ക്ലേ കൊണ്ടുള്ള ലാസ്റ്റത്തെ ക്രാഫ്റ്റ് ആട്ടോ. ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന 2 സാധനമില്ലേ, അതുണ്ടാക്കിയതിന് ശേഷം ബാലൻസ് വന്ന ക്ലേ ആണിത്. കുറച്ച് ക്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഉണ്ടാക്കാം. ഇനി ഇത് കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ ആയാലോ എന്ന് വിചാരിച്ചിട്ട് ആ ടൈമിൽ തന്നെ ഉണ്ടാക്കി. ഞാനൊരു അവക്കാഡോൻ്റെ കീ ചെയിൻ ആട്ടോ ഉണ്ടാക്കുന്നത്. ഇതിൽ ഞാൻ പെയിൻ്റ് അടിച്ചിട്ടുള്ള ഭാഗം ഉൾപ്പെടുത്തിയിട്ടില്ല. അത് ഒന്നുകൂടെ ഡ്രൈ ആവാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പെയിൻ്റ് അടിച്ച് കാണിക്കാഞ്ഞത്. പിന്നെ ഇന്നലെ ഞാൻ ഈ ക്ലേ വെച്ചിട്ടുണ്ടാക്കിയ ക്രാഫ്റ്റ് എല്ലാവരും ഒന്ന് കാണണേ, ചാനലിലുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. കുറേ ആയി ഇങ്ങനത്തെ ഒന്നും ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ മടി കാരണമാണ് ഞാൻ ഉണ്ടാക്കാഞ്ഞത്. പിന്നെ ഇത് ബാക്കി വന്നതല്ലേ എന്ന് വിചാരിച്ചുണ്ടാക്കിയതാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ഇതിന് മുമ്പ് പണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഡ്രിങ്ക് ഡിഷും പിന്നെ ഗ്ലാസ് ട്രേ ഒക്കെയാണത്. കുറേ ദിവസത്തിന് ശേഷം ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ ആ ഭാഗമൊക്കെ ക്ലീൻ ചെയ്തതായിരുന്നു. എൻ്റെ ടേബിളൊക്കെ അതിൻ്റെ ഇടയിൽ വീണിട്ട് അതൊക്കെ പൊട്ടിപ്പോയി. അതിനിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്കിതിൻ്റെ സീഡ് ആദ്യം വെച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ഞാനും ഭയങ്കരമായിട്ട് എന്തൊക്കെ ചെയ്തു. അപ്പോൾ പിന്നെ ഞാൻ രണ്ടാമത് അതൊക്കെ ഇളക്കിയെടുത്തിട്ട് വീണ്ടും വെച്ച് കൊടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് കാണാനാണ് ഇഷ്ടം എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ക്ലേ കൊണ്ടുള്ളത് ഉണ്ടാക്കുന്നതാണോ അതോ വേറെ വല്ലതും ആണോ എന്നൊക്കെ. പിന്നെ ലാസ്റ്റ് ക്ലേ ആയതുകൊണ്ട് തന്നെ ഇനി ഇപ്പോഴത്തൊന്നും ക്ലേൻ്റെ വീഡിയോ ഇട്ടുണ്ടാവില്ല. കാരണം ഇനി പുതിയ ക്ലേ ഞാൻ ഉണ്ടാക്കണം എന്നാണ് വിചാരിച്ചത്. വീട്ടിലുണ്ടാക്കിയിട്ട് ക്ലേൻ്റെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ.